സഞ്ജു ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒരു ഹിമാലയൻ ബൈക്ക് കാണുന്നുണ്ട്. എൻഫീൽഡിന്റെ ഹിമാലയൻ ബൈക്കാണ്. ഹിമാലയൻ ബൈക്ക് എന്ന് പറയുമ്പോൾ പുതിയതായിരിക്കും, അതുകൊണ്ട് നമുക്കൊരു വല്ലാത്ത ഷോക്കിങ്ങും വലിയ സങ്കടമൊക്കെ തോന്നുന്നതാണ്. ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ മുണ്ടക്ക LP സ്കൂളിന്റെ ഓരത്ത് ഈ മലവെള്ളപ്പാച്ചിൽ കടന്നുപോയ ഭാഗത്ത് ഒരു ഹിമാലയൻ ബൈക്ക് കിടക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ കണ്ട ബൈക്കാണിത്. ഹിമാലയൻ ബൈക്ക് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കരുവാരക്കുണ്ടിലെ ഒരു വർക്ക്ഷോപ്പിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബറും വ്യാപാരിയുമായ അൻഫാലാണ് ഇത് പൂർണ്ണമായി സൗജന്യമായി സർവീസ് ചെയ്ത് ജയ്സലിന് നൽകുന്നത്. ജയ്സൽ എന്തായാലും സുരക്ഷിതമായി ഇരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഇപ്പൊ ഇത് ഒരു പുതിയ ബൈക്ക്, ഒരു 2 വർഷം പഴക്കമുള്ള ഒരു ബൈക്കായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ വലിയ യാത്രാ സ്വപ്നങ്ങൾ കണ്ടൊക്കെ വാങ്ങിയതായിരിക്കാം. നിങ്ങളിത് ഈ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിൽ നിന്നാണ് കാണുന്നത്. നമുക്ക് ഈ വണ്ടിനെ സംബന്ധിച്ച് അത്രയും ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനൊരു റീല് കണ്ടു. ആ റീല് ഞാൻ കമന്റ് ഇട്ടിരുന്നു. ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് റീല് കണ്ടു. ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിരുന്നു. അപ്പോഴാണ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടും അവിടെ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആർസി ഓണർ നിലവിൽ അപകടമൊന്നും ഇല്ലയെന്നും ആർസി ഓണർ അനിയൻ മരണപ്പെട്ടിട്ടുണ്ടെന്നും അമ്മയും വീടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ആ മീഡിയ വണ്ണിൻ്റെ ചാനലിൽ നിന്നാണ് അറിയാൻ പറ്റിയത്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആവുന്നോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ച് നിർബന്ധിച്ചുകൊണ്ട് മാത്രം നമ്മളിവിടെ നിൽക്കണം. ഇത് ജനങ്ങൾ കാണുമ്പോൾ നമ്മളത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. നമുക്ക് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ഫീലിൽ നിന്ന് ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വയനാട് പോയിട്ട് ഈ വണ്ടി കൊടുന്നു. അപ്പോൾ ഈ മോൻ്റെ സുഹൃത്തുക്കളാണ് അവിടുന്ന് വണ്ടി എടുത്തിട്ട് സർവീസ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇവിടെ എത്തിച്ചു. ഇപ്പോൾ കംപ്ലീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അദ്ദേഹം എങ്ങനെയായിരുന്നോ ഈ വാഹനം ഉണ്ടായിരുന്നത് അതേ കണ്ടീഷനിൽ അദ്ദേഹത്തിനെ ഏൽപ്പിക്കണം എന്നാണ് നമ്മളൊരാഗ്രഹം. നിരവധി വണ്ടികൾ ഒഴുകിപ്പോയി. വലിയൊരു അപകടമാണ് നടന്നത്. ഇതിന്റെ ഈ ഹിമാലയത്തിന്റെ മൊത്തം അഴിച്ചു നോക്കിയപ്പോൾ അതിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഇതെന്ത് സംഭവിച്ചു വെച്ചാൽ നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെ അല്ല. ഇതിൻ്റെ എഞ്ചിനിൽ വെള്ളവും ചളിയൊക്കെ കയറിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് പാർട്സിൻ്റെ ഉള്ളിലൂടെ ചളി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പുതിയൊരു വണ്ടി എങ്ങനെയാണോ ബിൽഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യണം. കംപ്ലീറ്റ് സ്പെയർ നമ്മൾ മാറ്റണം. ഇതിന് ഇൻഷുറൻസിനൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. കാരണം അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഈ ആർസി ഓണർ. അപ്പോൾ അദ്ദേഹത്തെ അവിടെ പോയിട്ട് ഒരു ഇൻഷുറൻസിന് സൈൻ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല. കംപ്ലീറ്റ് ക്ലിയർ ആക്കണം. അദ്ദേഹത്തെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് പാർട്സ് മാറ്റണം. ഇതിൻ്റെ ടാങ്ക്, വയറിംഗ് കിറ്റ്, അതിൻ്റെ റേഡിയേറ്റർ, ഇതിൻ്റെ സ്വിച്ചുകൾ, ഹാൻഡിൽ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഈ ചേസിനൊന്നും പറ്റിയിട്ടില്ല. അല്ലാത്ത ഭാഗത്ത് കൊണ്ടൊക്കെ വർക്ക് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ റെഡിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഏൽപ്പിക്കാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻഷുറൻസിന്റെ സമയം അതിനു വേണ്ടി കളയേണ്ട, അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് താങ്കൾ പെട്ടെന്ന് ചെയ്യാൻ. തീർച്ചയായിട്ടും. അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബാക്കിയായ ഒരു വണ്ടിയാണ്. അദ്ദേഹത്തിന് അമ്മയില്ല, മോനല്ല, അനിയനില്ല, വീടുമില്ല. അപ്പോൾ ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയാണ് എത്രയും പെട്ടെന്ന്. കാരണം എനിക്ക് ഒരു വണ്ടിമ വാങ്ങിയതും അതിമ നടന്നതൊക്കെ ഓർമ്മയുണ്ട്. എനിക്കും അനിയന്മാരുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ ചിലപ്പോൾ പലതും പറയും, റീച്ചിന് വേണ്ടിയാണ്, അത് വേണ്ടിയാണ്. പക്ഷെ നമുക്ക് മനസ്സിൽ നിന്നുണ്ടാണ് ഫീൽ കൊണ്ട് മാത്രം ചെയ്ത്. നമ്മൾ അറിയാതെ ചെയ്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട്, ടാക്സി ഡ്രൈവേഴ്സ്, അവരുടെയൊക്കെ അവസ്ഥ ശരിക്കും കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും. ഒരു വണ്ടി എടുത്ത് അത് അവരെ പൊന്നുപോലെ മക്കളെ പോലെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഒരു വണ്ടി പ്രേമി അല്ലെങ്കിൽ ഒരു വണ്ടിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അറിയാം. എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി നഷ്ടപ്പെടുക പറഞ്ഞാൽ നമ്മൾ സ്വന്തം ജീവൻ പോണ പോലെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു ഓർമ്മയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇത് ഉപകരിക്കും. ഇനി അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും നമുക്ക് നേരിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ കൈകളിലെത്തും? ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് ഏൽപ്പിക്കണം എന്ന് എഴുതിയിട്ട്, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ വർക്ക്ഷോപ്പാണ്, പെട്ടെന്ന് സ്പെയറൊക്കെ കൂടി അന്ന് തന്നെ ഞങ്ങൾ സർവീസ് ചെയ്ത് നോക്കുമ്പോൾ ഓരോ പാർട്സ് അയക്കുമ്പോഴും അവിടെയൊക്കെ പണിയാണ്. ഇത് വില കൂടിയ വണ്ടിയാണ്. ഏകദേശം 2 ലക്ഷം രൂപേൻ്റെ മേലൊക്കെ വിലയല്ലേ. പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെയർ ഒക്കെ ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ ഒരാഴ്ച കൊണ്ട് ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുള്ള ശ്രമത്തിലാണ്. എന്തായാലും കേവലമായ ഒരു ബൈക്ക് എന്നതിനപ്പുറം ഒരു വലിയ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ മനുഷ്യരല്ലാത്ത പല വസ്തുക്കളുമുണ്ട്. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ ഹിമാലയൻ ബൈക്ക്. അതിന്റെ സർവീസ് ഉടൻ തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.